ഹായ് ഫ്രണ്ട്സ്, സുഖമല്ല എല്ലാവർക്കും. പിന്നെ ഇന്ന് ഫേസ്ബുക്കിലെ പ്രധാനപ്പെട്ട രണ്ട് സെറ്റിങ്സ് ആണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. പ്രധാനപ്പെട്ട എന്ന് പറയാൻ കാരണം എന്താ വെച്ചാൽ ഫേസ്ബുക്ക് ഉപയോഗിക്കാത്ത ആൾക്കാർ വളരെ കുറവായിരിക്കും. ഒരുവിധ ആൾക്കാരൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. അത്രയും പോപ്പുലർ ആയിട്ടുള്ളൊരു സോഷ്യൽ മീഡിയ അല്ലേ. അപ്പോൾ അതിൽ വളരെ പ്രധാനപ്പെട്ട എന്ന് പറയാൻ കാരണം എന്താ വെച്ചാൽ ഒരുപാട് നോട്ടിഫിക്കേഷൻ വരും നമുക്ക്. നമുക്ക് ഇഷ്ടപ്പെടാത്ത വേണ്ടാത്ത നോട്ടിഫിക്കേഷൻ ഒക്കെ ഉണ്ടാവും. അങ്ങനത്തെ നോട്ടിഫിക്കേഷൻ എങ്ങനെ സ്റ്റോപ്പ് ചെയ്യാം, ഒന്നാമത്തെ അതാണ്. രണ്ടാമത്തെ, നമ്മളെ ഫ്രണ്ട് ലിസ്റ്റ് മറ്റുള്ള ആളുകളുടെ മുന്നിൽ നിന്ന് എങ്ങനെ ഹൈഡ് ചെയ്ത് വെക്കാം. അതായത് നമുക്ക് ആരൊക്കെ ഫ്രണ്ട് ആയിട്ടുണ്ട് എന്ന് വേറെ ആരും കാണരുത്. അതെങ്ങനെ ചെയ്യാം? ഇതൊക്കെ പഴയ സെറ്റിങ്സ് ആട്ടോ. ഇത് പിന്നെ കുറച്ച് സുഹൃത്തുക്കൾ ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. പിന്നെ അപ്പോൾ നോട്ടിഫിക്കേഷൻ്റെ ഞാൻ മുമ്പ് ചെയ്തിട്ടില്ല, ഈ ഫ്രണ്ടിൻ്റെ മുമ്പ് ചെയ്തിക്ക് ഫ്രണ്ട് ലിസ്റ്റ് ഹൈഡ് ചെയ്യുന്നത്. അപ്പോൾ അതെങ്ങനെ നോക്കാൻ കേട്ടോ. നമുക്ക് ഫേസ്ബുക്ക് ഒന്ന് ഓപ്പൺ ചെയ്യാം. നിങ്ങൾക്ക് ഫേസ്ബുക്ക് ഇല്ലാത്തവരാരെയും ഉണ്ടെന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. ഒന്നും ഉണ്ടാക്കിയാൽ മതിയല്ലോ. പിന്നെ ഫേസ്ബുക്ക് ഓപ്പൺ ചെയ്ത് രണ്ട് ഫേസ്ബുക്ക് ഉണ്ടാവും. ഫേസ്ബുക്ക് ഓപ്പൺ ആദ്യം നമുക്ക് നോട്ടിഫിക്കേഷൻ എങ്ങനെ ഒഴിവാക്കാൻ നോക്കാം. അതിന് ഈ നോട്ടിഫിക്കേഷൻ്റെ ഈ ബെല്ലില്ലേ, ആ ബെല്ല് ഞെക്കുക. നമുക്ക് നോട്ടിഫിക്കേഷൻ വരുന്ന ഭാഗം ഞെക്കുക. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഒരുപാട് നോട്ടിഫിക്കേഷൻ വന്ന് കാണുന്നുണ്ടാവും. അപ്പോൾ നമുക്ക് ഒരു പോസ്റ്റ് എന്നുള്ള നോട്ടിഫിക്കേഷൻ വേണ്ട. ഇത് ഈ പോസ്റ്റിന് ഇന്നാൾ ലൈക്ക് ചെയ്ത്, ഇന്നാൾ കമൻറ്റ് ചെയ്തു എന്നൊക്കെ പറഞ്ഞ് ഇഷ്ടംപോലെ വരും. അത് നമുക്ക് വേണ്ടെന്നുണ്ടെങ്കിൽ ആ പോസ്റ്റ് ഏതാണോ അത് ഒന്ന് ലോങ് പ്രസ് ചെയ്യുക. അല്ലെങ്കിൽ അതിൻ്റെ നേരെ 3 കുത്തുണ്ടാവും, ആ കുത്തിൽ ചെറുതായിട്ടൊന്ന് എത്തുക. അപ്പോൾ ഇവിടെ കുറേ ഓപ്ഷൻസ് വരും. അതിൽ റിമൂവ് ദിസ് നോട്ടിഫിക്കേഷൻ എന്നുള്ളത് ഞെക്കിയാൽ ആ നോട്ടിഫിക്കേഷൻ അവിടെ നിന്ന് റിമൂവ് ചെയ്യുക. രണ്ടാമത്തേത് അല്ല, മൂന്നാമത്തേത് കാണാം ലാസ്റ്റ്, ടേൺ ഓഫ് നോട്ടിഫിക്കേഷൻ എബൌട്ട് ദിസ് പോസ്റ്റ്. അതിൽ ഞെക്കിക്കഴിഞ്ഞാൽ ആ പോസ്റ്റ് എന്നുള്ള നോട്ടിഫിക്കേഷൻ ഒന്നും പിന്നെ വരികയില്ല. മനസ്സിലായിക്കോ? അതായത് നമുക്ക് ഇപ്പോൾ നമ്മളെ ടാഗ് ചെയ്തുകൊണ്ട് ഒരാളൊരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടെങ്കിൽ അതിൽ വരുന്ന ലൈക്കിൻ്റെ കമൻറ്റിൻ്റെ ഒക്കെ നോട്ടിഫിക്കേഷൻ ഇങ്ങനെ വന്നുകൊടുക്കും. അങ്ങനത്തെ നോട്ടിഫിക്കേഷൻ നമുക്ക് ഇങ്ങനെ ഒഴിവാക്കാം, ബ്ലോക്ക് ചെയ്യാം. ഇനി രണ്ടാമത്തത് ഫ്രണ്ട് ലിസ്റ്റ് ഹൈഡ് ചെയ്യുന്നത്. അതിന് ഈ മേലെ വലത് ഭാഗത്ത് 3 ലൈന് കാണുന്നില്ലേ, ഹൊറിസോണ്ടലായിട്ട് 3 ലൈന്, അതിൽ മെല്ലെ ഒരു കുത്തു കൊടുക്കുക. അവിടെ താഴെ സെറ്റിങ്സ് ആണ്, ആ സെറ്റിങ്സ് എടുക്കുക. സെറ്റിങ്സ് എടുത്താൽ കുറച്ച് താഴേക്ക് പോവുക. പ്രൈവസി കാണാം, പ്രൈവസി സെറ്റിങ്സ് എടുത്തിട്ട് അതിൻ്റെ കുറേ താഴേക്ക് പോവുക. താഴെ കുറേ താഴെ പോയാൽ ഇവിടെ ഹൂ ക്യാൻ സീ യുവർ ഫ്രണ്ട് ലിസ്റ്റ് എന്നുള്ള ഒരു ഓപ്ഷൻ കാണാം. ഹൂ ക്യാൻ സീ യുവർ ഫ്രണ്ട് ലിസ്റ്റ്, അത് ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്തിട്ട് അതിൽ സാധാരണഗതിയിൽ ഉണ്ടാവുക പബ്ലിക് ആണ്. പബ്ലിക് എന്നുള്ളത് മാറ്റുക. പബ്ലിക് അന്നേരം എല്ലാവർക്കും പോകും. അത് ഫ്രണ്ട്സ് എന്നുള്ളതിലേക്ക് മാറ്റിയാലും നമ്മളെ ഫ്രണ്ട് ലിസ്റ്റിലുള്ളവർക്കൊക്കെ കാണുന്നതാവും. എന്നാൽ ഏറ്റവും താഴെ ഓൺലി മീ എന്നതിലേക്ക് മാറ്റിയിടുക. ഞാൻ ഇപ്പോൾ ഓൺലി മീയിൽ ഓൾറെഡി ഉള്ളത് ടിക്ക് മാർക്ക് കാണുന്നില്ല, നീല. അപ്പോൾ ഈ ഓൺലി മീയിലേക്ക് മാറ്റിക്കഴിഞ്ഞാൽ നമുക്ക് മാത്രം നമ്മളെ ഫ്രണ്ട് ലിസ്റ്റ് കാണാനാവും. അപ്പോൾ മറ്റൊരു ഫ്രണ്ടിന് നമുക്കായിട്ടുള്ള മ്യൂച്വൽ ഫ്രണ്ട് ഉണ്ടാവും. അതായത് ഇപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ടിനും എനിക്കും ഉള്ള ഒരേപോലെയുള്ള ഫ്രണ്ട്സിനെ അവർക്ക് കാണാനാകും. അല്ലാതെ നമ്മുടേതായിട്ടുള്ള ഫ്രണ്ട്സിനെ മറ്റൊരാൾക്കും കാണാനാവില്ല. അപ്പോൾ ഇത് നിങ്ങൾക്ക് അറിയാനൊന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യട്ടോ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു ലൈക്കും കൊടുക്കുക. അറിഞ്ഞൂടാത്തവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. അറിഞ്ഞൂടാനൊന്നുണ്ടെങ്കിൽ പഠിക്കാമല്ലോ. ഇതൊക്കെ പഴയതാണ്, പിന്നെ കുറച്ച് സുഹൃത്തുക്കൾ ആവശ്യപ്പെട്ടുകൊണ്ടാണ് വീണ്ടും ചെയ്യുന്നത്. അപ്പം അടുത്ത വീഡിയോയിൽ നല്ല സെഗ്മെൻറ്റ് കാണാം കേട്ടോ. നിങ്ങളുടെ സ്വന്തം മുത്തസ്നാപ്പിയർ. താങ്ക് യു സോ മച്ച്.